ലാസ്റ്റ് നമ്മൾ നോക്കിയിരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആയിരുന്നു. സോ എങ്ങനെയെന്നാണ് ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. എങ്ങനെയാണ് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കത് നോക്കുന്നതിന് മുന്നേ നമുക്കറിയാം എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. നമുക്കറിയാമെന്നുള്ളതാണ്, ഓൾറെഡി നമ്മൾ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്ലാസിഫൈഡ് ആൻഡ് ഗ്രൂപ്പ്ഡ് സമ്മറി ഓഫ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. ക്ലാസിഫൈഡ് ആൻഡ് ഗ്രൂപ്പ്ഡ് സമ്മറി ഓഫ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ അക്കൗണ്ടിനെയാണ് നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെ ക്യാഷ് ബുക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ക്യാഷ് ബുക്ക്, ഇവിടെ ഒരു ക്യാഷ് ബുക്ക് വരുന്നുണ്ട്. ഈ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ടി ഫോമാണ്. ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റ്സും കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും കാണിക്കും. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ സാധാരണ ക്യാഷ് അക്കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ചെയ്ത് തുടങ്ങുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഫസ്റ്റ് ഐറ്റം എപ്പോഴും ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിരിക്കും. അതിനുശേഷം ഈ പറഞ്ഞ എല്ലാ റെസീപ്റ്റ്സും റെസീപ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാ പേയ്മെൻറ്റ്സും പേയ്മെൻറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഫൈനലിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ക്യാഷ് ബുക്കിനകത്ത് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് തന്നിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ എത്രയായിരിക്കും, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ് ബുക്ക് വെച്ചിട്ട് നമ്മളടുത്ത് പറയാണ് പ്രിപ്പയർ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ റെസീപ്റ്റ് സൈഡിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതുപോലെ സബ്സ്ക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. ഓരോ ഐറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ചില ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ നോക്കുമ്പോൾ ചില ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ചില ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റം നമ്മൾ സമ്മറൈസ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാത്ത ഐറ്റം ഒറ്റ ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്യാഷ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ സമ്മറൈസ് ചെയ്യുക എന്നതാണ്. സോ സമ്മറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ഐറ്റം എടുക്കുക, ആ പെർട്ടിക്കുലർ ഐറ്റത്തിനകത്ത് എത്ര പ്രാവശ്യം റെക്കർ ചെയ്യുന്നുണ്ട് ഐറ്റംസ്, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് സമ്മറൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുക, വി ആർ പ്രിപ്പയറിംഗ് എ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫ്രം എ ക്യാഷ് ബുക്ക്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നല്ല, ക്യാഷ് ബുക്ക് ഡയറക്റ്റ് ഒരു ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു സമ്മറൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ട്, ആ ക്യാഷ് ബുക്കിനകത്ത് നിന്ന് ഓരോ പെർട്ടിക്കുലർ ഐറ്റവും നമ്മൾ ഇങ്ങോട്ട് സമ്മറൈസ് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ഒരു കോളം വരച്ചിട്ട് സമ്മറൈസ്ഡ് ഫോമാക്കി എടുക്കാം. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റും, ഒരു കോളമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് റെസീപ്റ്റ് വരുന്ന എല്ലാ ഐറ്റവും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐറ്റം സബ്സ്ക്രിപ്ഷനാണ്. നമ്മളിവിടെ എടുക്കുന്നത് 3,500, അഗെയിൻ 3,500, അഗെയിൻ 4,250, അഗെയിൻ 4,500, ദെൻ 6,500. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 22,500 ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തത് സബ്സ്ക്രിപ്ഷൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു, കുറേ സബ്സ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ഡേറ്റിലുള്ളത്. ആ സബ്സ്ക്രിപ്ഷനൊക്കെ നമ്മൾ ഒരുമിച്ചാക്കി അതിനെ സമ്മറൈസ് ചെയ്തു. സോ നമുക്ക് ഇനി പറയാം സബ്സ്ക്രിപ്ഷൻ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഈസ് ഈക്വൽ ടു റിസീവ്ഡ് ഈസ് ഈക്വൽ ടു 22,500. അതുപോലെ നെക്സ്റ്റ് ഐറ്റം നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് 1,500. ഇവിടെ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് വേറൊരിടത്തും ഇല്ല. സോ ആ 1,500 തന്നെയാണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഐറ്റം സബ്സ്ക്രിപ്ഷൻസ്, ഇത് ഓൾറെഡി നമ്മൾ എടുത്തു. നെക്സ്റ്റ് ഐറ്റം ഡിവിഡൻഡ്. സോ ഡിവിഡൻഡ് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഡിവിഡൻഡ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു ഡിവിഡൻഡ് ഉണ്ട്. 2 ഡിവിഡൻഡ് ആണുള്ളത്. സോ 1,500 പ്ലസ് 2,500, 1,500 ഇവിടുത്തത് പ്ലസ് ഡിവിഡൻഡ് 2,500, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4,000 rupees ആണ്.
അപ്പോൾ ഡിവിഡൻ്റ് ആയി. നെക്സ്റ്റ് ഈ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത് വരുന്നത് എൻട്രൻസ് ഫീ. സോ എൻട്രൻസ് ഫീ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്, അതായത് 2000. നെക്സ്റ്റ് വരുന്ന ഒരു എൻട്രൻസ് ഫീ ഇതാണ്, ഒരു 2000. സോ 2000 + 2000 = 4000 റുപ്പീസാണ് ടോട്ടൽ എൻട്രൻസ് ഫീ. ദെൻ ഈ സബ്സ്ക്രിപ്ഷൻസ് ഓൾറെഡി നമ്മൾ എടുത്തു. നെക്സ്റ്റ് റെൻ്റ് ആണ്. സോ റെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരിടത്ത് മാത്രമേ റെൻ്റ് ഉള്ളൂ, വേറെ ഒരിടത്തും റെൻ്റ് ഇല്ല. സോ ആ എമൗണ്ട് വരുന്നത് 3500. സോ ടോട്ടൽ വരുന്നത് 3500 ആണ്. നെക്സ്റ്റ് ഈ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഡിവിഡൻറ്റ് അത് ഓൾറെഡി 2500 എടുത്തിട്ടുണ്ട്. എൻട്രൻസ് ഫീ ഓൾറെഡി 2000 എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ റെസീപ്റ്റ് സൈഡിലുണ്ടായിരുന്ന എല്ലാ ഐറ്റവും നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് ഇവിടെ ആക്കി. സബ്സ്ക്രിപ്ഷൻ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 22,500, ഇൻട്രസ്റ്റ് വരുന്നത് 1,500, ഡിവിഡൻറ്റ് വരുന്നത് 4,000, എൻട്രൻസ് ഫീ 4,000, റെൻറ്റ് വരുന്നത് 3,500. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 35,500 ആ എമൗണ്ട് തന്നെയായിരിക്കും. ഇത്രയും ഐറ്റംസ് ഓപ്പണിംഗ് ബാലൻസ് എടുക്കാണ്ട് ബാക്കി വരുന്ന ഐറ്റംസ് കൂട്ടുമ്പോൾ 35,500 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പേയ്മെൻ്റ് ആണ്. ഇത് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഐറ്റം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ആണ്. സോ പേയ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഐറ്റം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി നമ്മൾ നോക്കുമ്പോൾ എത്ര അടുത്തുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഒരു 2000 ഉണ്ട്. നെക്സ്റ്റ് ഇത് ഇവിടെ ഒരു പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഉണ്ട് 2000. സോ നമ്മൾ 2000 + 2000 = 4000 ആണ് ടോട്ടൽ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ചാർജസ്. ഇലക്ട്രിസിറ്റി ചാർജസ് നോക്കുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, ഒരു 500 മാത്രമേ ഉള്ളൂ. സോ 500 ടോട്ടൽ ഇലക്ട്രിസിറ്റി ചാർജസ് 500. നെക്സ്റ്റ് ഐറ്റം സാലറീസ് ആണ്. സാലറി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സാലറി, ഇത് ഇവിടെ ഒരു സാലറി ഉണ്ട് 5000, പിന്നെ ഇത് ഇവിടെ ഒരു സാലറി ഉണ്ട് 5000. സോ 5000 + 5000 10,000 ആണ് ടോട്ടൽ സാലറി. നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട്. അഗെയിൻ ഇത് ഇവിടെ ഒരു ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട് 2500, പിന്നെ ഇവിടെ ഒരു ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട് 1500. സോ ടോട്ടൽ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ 5500. ദെൻ നെക്സ്റ്റ് വരുന്നത് റിപ്പയർ ആണ്. റിപ്പയർസ് ഇവിടെ ഒരു റിപ്പയർ മാത്രമേ ഉള്ളൂ, വേറെടുത്തും ഇല്ല. സോ 2000 റിപ്പയർ. നെക്സ്റ്റ് വരുന്ന മുനിസിപ്പൽ ടാക്സസ്. മുനിസിപ്പൽ ടാക്സസും അതുപോലെ ഒരിടത്തും മാത്രമേ ഉള്ളൂ, വേറെ എമൗണ്ട് ഇല്ല. സോ 2500. നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസസ് ഓൾറെഡി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ദെൻ സാലറീസ് ഓൾറെഡി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ദെൻ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ ഓഫീസ് എക്സ്പെൻസസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ടോട്ടൽ ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി നോക്കുക. 24,500 അത് തന്നെയാണോ നമുക്കിവിടെ വരുന്നത് നോക്കുക. ഓക്കെ, 24,500. സോ പേയ്മെൻറ്റ് എല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെസീപ്റ്റ്സ് എല്ലാം സമ്മറൈസ് ചെയ്ത് എഴുതി, പേയ്മെൻറ്റ് എല്ലാം സമ്മറൈസ് ചെയ്തു. ഇനി നമ്മൾ ഈ സമ്മറൈസ് ചെയ്ത ടോട്ടൽ എമൗണ്ട് വേണം എവിടെ കാണിക്കാൻ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കാം. സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഒറ്റ സബ്സ്ക്രിപ്ഷനേ വരുള്ളൂ 22,500, ഇൻട്രസ്റ്റ് ഒറ്റ ഇൻട്രസ്റ്റേ വരുള്ളൂ 1,500, ഡിവിഡൻറ്റ് ഒരു പ്രാവശ്യമേ വരുള്ളൂ 4,000, എൻട്രൻസ് അതുപോലെ 4,000, റെൻറ്റ് 3,500. ഇത്രയും ഐറ്റം റെസീപ്റ്റ് സൈഡിൽ കാണിക്കും. പേയ്മെൻറ്റ് സൈഡിൽ നോക്കുമ്പോൾ പ്രിൻറ്റിങ് ഒരൊറ്റ ഐറ്റമേ വരുള്ളൂ 4,000, ഇലക്ട്രിസിറ്റി ചാർജസ് 500, salaries 10,000, office expenses 5,500, repair 2,000, municipal taxes 2,500. ഇത്രയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ മെയിനായിട്ട് വരുന്ന ഐറ്റംസ്. സോ സമ്മറൈസ് ചെയ്തു നമ്മൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അറിയാം, നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ്സും എമൗണ്ട് 2 കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് എമൗണ്ട് 2 കോളമാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റ്സും എഴുതും, പേയ്മെൻറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും എഴുതും. ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു. സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തുടങ്ങുന്നത് എപ്പോഴും ഒരു ഓപ്പണിംഗ് ബാലൻസിൽ ആയിരിക്കും. സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയും. ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, അതായത് ക്യാഷ് ബുക്കിനകത്ത് വന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് 40,000 ആണ്. സോ 40,000 റുപ്പീസ് നമ്മൾ അവിടെ എഴുതി. നെക്സ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഐറ്റം എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ആണ്, അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് ആണ് എഴുതുന്നത്. സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. നമ്മളിവിടെ റെസീപ്റ്റ് സൈഡിൽ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, ആദ്യത്തെ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷനാണ്, അതിൻ്റെ എമൗണ്ട് 22,500 ആണ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
സോ സബ്സ്ക്രിപ്ഷൻ എഴുതി 22,500. നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ആണ്. സോ ഇൻട്രസ്റ്റ് 1,500 ആണ് ഇവിടെ ഉള്ളത്. സോ 1,500 അതേപടി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഡിവിഡൻഡ് ആണ്. സോ ഡിവിഡൻഡ് വരുന്നത് 4,000 rupees. നെക്സ്റ്റ് എൻട്രൻസ് ഫീ. സോ എൻട്രൻസ് ഫീ വരുന്നത് 4,000 ആണ് ടോട്ടൽ. സോ 4,000 rupees. നെക്സ്റ്റ് വരുന്നത് റെൻ്റ് ആണ്. സോ റെൻ്റ് 3,500 മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ 3,500. സോ റെസീപ്റ്റ് സൈഡിലുണ്ടായിരുന്ന സമ്മറി അത്രയും നമ്മളിവിടെ എഴുതി. ആദ്യം ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ്, ബാക്കി എല്ലാ റെസീപ്റ്റ്സും എഴുതി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡ് നോക്കുമ്പോൾ ഫസ്റ്റ് ഐറ്റം ഏതാണ്? പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിംഗ് ഇവിടെ വരുന്നത് 4,000 ആണ് ടോട്ടൽ പ്രിൻറ്റിംഗ്. സോ 4,000 കാണിച്ചു. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ചാർജസ് 500 ആണ്. സോ ഇലക്ട്രിസിറ്റി ചാർജസ് 500. നെക്സ്റ്റ് ഐറ്റം സാലറീസ് 10,000 ആണ്. സോ സാലറീസ് കാണിച്ചു, ഔട്ടർ കോളം 10,000. ദെൻ ഓഫീസ് എക്സ്പെൻസസ് വരുന്നത് ടോട്ടൽ 5,500 ആണ്. സോ ഓഫീസ് എക്സ്പെൻസസ് 5,500. നെക്സ്റ്റ് ഐറ്റം റിപ്പയർ ആണ്. 2,000 ആണ് റിപ്പയർ വരുന്നത്. സോ റിപ്പയർ 2,000. നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സസ് 2,500. സോ മുനിസിപ്പൽ ടാക്സസ് 2,500. സോ റെസീപ്റ്റ് സൈഡിലുണ്ടായിരുന്ന എല്ലാ ഐറ്റവും എഴുതി. പേയ്മെൻറ്റ് സൈഡിനകത്തുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും സമ്മറി നമ്മൾ ടോട്ടൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ റെസീപ്റ്റ്സുമായി പേയ്മെൻറ്റ്സുമായി. സോ എല്ലാ ഐറ്റവും എഴുതി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? ബാലൻസ് ചെയ്യും. ഏത് സൈഡാണോ കൂടുതൽ നോക്കും. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സൈഡാണ് കൂടുതൽ. സോ ആ എമൗണ്ട് ടോട്ടൽ നമ്മൾ 75,500 എഴുതി. ഈ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 75,500. ഇനി നമ്മൾ നോക്കുമ്പോൾ ഡിഫറൻസ് നോക്കും. ഡിഫറൻസ് ഈ സൈഡാണ് കൂടുതൽ. സോ ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ പറയുന്ന ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇവിടെ വരുന്ന എമൗണ്ട് എത്രയാണ്? 51,000. സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000 ആയിരുന്നു. അതിൽ തുടങ്ങി നമുക്ക് ലാസ്റ്റ് കിട്ടിയ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 51,000 ആണ്. ഇങ്ങനെയാണ് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് ആദ്യം സമ്മറിയൊക്കെ എടുക്കും. സമ്മറി എടുത്തതിന് ശേഷം എല്ലാ റെസീപ്റ്റ്സിൻ്റെയും സമ്മറി എടുക്കും. ആ സമ്മറി മാത്രമാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ റെസീപ്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുത്തു, ഇൻട്രസ്റ്റ് എടുത്തു, എല്ലാത്തിൻ്റെയും സമ്മറി നമ്മൾ റെസീപ്റ്റ് സൈഡിൽ കാണിച്ചു. എല്ലാ പേയ്മെൻറ്റ്സിൻ്റെയും സമ്മറി നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ കാണിച്ചു. ബാക്കി എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ബാലൻസ്. ഈ സൈഡിലാണെങ്കിൽ നമ്മൾ പറയും ബാലൻസ് ക്യാരി ഡൗൺ. ഇതിപ്പോൾ ക്യാഷ് മാത്രമേ ഉള്ളൂവെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ഉണ്ടെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ കണ്ടുപിടിക്കും. ഇനി ഈ കേസ് ഈ സ്ഥലത്തല്ല വരുന്നത്, ക്രെഡിറ്റ് സൈഡിലല്ല വരുന്ന ഡിഫറൻസ്, ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ്. ഇവിടെ ആയിരുന്നു ഡിഫറൻസ് വന്നിരുന്നെങ്കിൽ നമ്മളതിനെ പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ക്യാഷ് ബുക്കിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതുപോലെ തന്നെയായിരിക്കും ഏതൊരു ക്യാഷ് ബുക്ക് തന്നിട്ടും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? സമ്മറൈസ് ചെയ്യണം. ഓരോ റെസീപ്റ്റും നമ്മൾ സമ്മറൈസ് ചെയ്യണം, ഓരോ പേയ്മെൻറ്റും സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ സമ്മറൈസ്ഡ് എത്രയാണോ സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത് ഡയറക്റ്റ്ലി നമ്മൾ പേയ്മെൻറ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. സപ്പോസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. റെസീപ്റ്റ് ആണെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെസീപ്റ്റ് സൈഡിൽ കാണിക്കും. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓൾവേസ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. ആ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡെബിറ്റ് സൈഡിലാവാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാവാം. നമ്മുടെ ഈ ചെയ്ത ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരുന്നു. സോ ആ ഓപ്പണിംഗ് ബാലൻസ് വെച്ച് തുടങ്ങി എല്ലാ റെസീപ്റ്റ്സും നമ്മൾ എഴുതി, എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ എഴുതി. സമ്മറൈസ്ഡ് ഫോമാണ്. ഫൈനലായിരിക്കും നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഈ എമൗണ്ട് ആയിരിക്കും ആ വർഷത്തെ അവസാനത്തെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കും നെക്സ്റ്റ് ഇയർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. സോ എല്ലാവർക്കും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.